CPR കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ ആണ്. അപ്പോൾ ഈ CPR എങ്ങനെയാണ് ജസ്റ്റ് ഗോഡ്സൺ എൻ്റെ ട്രെയിനിയാണ്, ഒരു നല്ല സ്പോർട്സ്മാനാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഗ്രൗണ്ടിൽ പ്ലേയേഴ്സ് കുഴഞ്ഞു വീണാൽ സംഭവിക്കുന്നത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വെഹിക്കിൾ അറേഞ്ച് ചെയ്യുക, ഒരാൾ അസിസ്റ്റൻസ് എടുത്തൊരു വെഹിക്കിൾ അറേഞ്ച് ചെയ്യുക. ഈ വെഹിക്കിൾ വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് നമ്മൾ ഈ അത്ലറ്റ് ഒന്ന് തട്ടി ഉണർത്തി നോക്കുക, ആറി ഓക്കെ ഒന്ന് തട്ടി നോക്കുക, അനക്കം ഉണ്ടോ. ഇങ്ങനെ ലൈൻ ഡ്രോ ചെയ്യുക. എവിടെയാണ് ഈ ഹെഡിൽ നിന്ന് ഇങ്ങനെ സെൻട്രൽ ലൈൻ, പിന്നെ ഈ നിപ്പിളിൽ അവിടെ നിന്ന് ക്രോസ് ലൈൻ. അപ്പോൾ അവിടെ ഒരു സെൻറ്റർ പോയിന്റ് വരും. ആ സെൻറ്റർ പോയിന്റിൽ നമ്മൾ കൈ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇതിന് അതായത് പാം ഓഫ് ദ ഹീൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നെക്സ്റ്റ് അടുത്ത കൈയിൻ്റെ മണ്ടയിൽ ലോക്ക് ചെയ്യുക. എന്നിട്ട് ഈ കൈ സ്ട്രൈറ്റ് ആക്കുക. അപ്പോൾ ഈ മൂക്കിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 90 ഡിഗ്രി ആയിരിക്കണം നമ്മുടെ ഈ കൈ പ്ലേസ് ചെയ്ത് ഒരു 30 കംപ്രഷൻസ് ഫാസ്റ്റ് ആയിട്ട് 1 2 ഇപ്പം ഞാൻ വലുതായിട്ട് ചെയ്യുന്നില്ല. ഇതൊരു 5 to 6 സെൻറ്റിമീറ്റർ ആഴത്തിൽ ചെയ്താലേ കാര്യവും. ഇപ്പോൾ 5 to 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഫാസ്റ്റ് ആയിരിക്കണം 1 2 3 up to 30 കംപ്രഷൻ ചെയ്യുക. എന്നിട്ട് നേരെ ഹെഡ് വരിക. ഹെഡ് ചെയ്യുമ്പോൾ ഹെഡ് ഇങ്ങനെ ഈ കൈ ഇങ്ങനെ കൊണ്ട് പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യുക. ഫ്രണ്ടിലോട്ട് ടിൽറ്റ് ചെയ്യണം, ഫ്രണ്ടിൽ മേളിലോട്ടാക്കുക. ചിൻ ലിഫ്റ്റ്. ഇങ്ങനെ ചിൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ എയർവേ ബ്ലോക്ക് ആയെങ്കിൽ അതങ്ങ് ഓപ്പൺ ആവും. ഈ 30 കംപ്രഷൻസ്, അത് കഴിഞ്ഞിട്ട് 2 ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ. ഇതിന് സൈഡിൽ വന്നിട്ട് ഈ ഹാർട്ടിന്റെ മൂവ്മെന്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഒരു 5 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ പേഷ്യന്റ് ഇടിക്കും. കാരണം വീണ്ടും നമ്മുടെ ഹാർട്ട് സ്റ്റിമുലേറ്റ് ചെയ്തോണം. അപ്പോൾ ഇത് നമ്മുടെ ഈ ആംബുലൻസ് വരുന്നതിന് വരെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ്